സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? പാർട്ടിയുടെ പേര് ഗദ്ദർ പാർട്ടി. രൂപം നൽകിയതാരാണ്? ലാലാ ഹർദയാൽ ആണ്. ഏത് രാജ്യത്ത് വെച്ചാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, അമേരിക്കയിൽ വെച്ചാണ്. ലാലാ ഹർദയാൽ രൂപം നൽകിയ പാർട്ടിയാണ് ഗദ്ദർ പാർട്ടി. ഏത് രാജ്യത്ത് വെച്ചാണ് രൂപം നൽകിയത്? അമേരിക്കയിൽ വെച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിന്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? കേരളത്തിന്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ് ആണ്. പി രാജീവ്. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായിട്ട്, ഏത് രാജ്യവുമായിട്ട്? റോമുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകിയത്? പറവൂരാണ്. എറണാകുളം ജില്ലയിലെ പറവൂര് നടത്തിയ ഉത്ഖനനമാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരാണ് സിറോഫ്താൽമിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം, സിറോഫ്താൽമിയ. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതാണ്? കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ആർദ്ര ഇലപ്പൊഴിയും വനങ്ങളാണ്. ആർദ്ര ഇലപ്പൊഴിയും വനങ്ങൾ. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തന്നിരിക്കുന്നു. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ എന്താണ്? എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും തന്നിരിക്കുന്നത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമ നിർമ്മാണ സമ്പ്രദായം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമ നിർമ്മാണ സമ്പ്രദായം എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. വകുപ്പ് ഏതാണ്? 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം എന്നിവയാണ് 19ാം വകുപ്പ് പ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവന. 19ാം വകുപ്പ് സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലയ്ക്കെതിരായുള്ള നടപടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ബാലവേലയ്ക്കെതിരായുള്ള നടപടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്
ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലാണ് ബാലവേലയ്ക്കെതിരായിട്ടുള്ള നടപടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ആദ്യത്തേത്, ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ എന്ന് അറിയപ്പെട്ടു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. 1909 ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചു. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. തന്നിരിക്കുന്ന എന്താണ്? ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം എന്ന് തന്നിരിക്കുന്നു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ഇപ്പൊ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശരിയാണ്. 1909 ഗുരു ശിവഗിരിയില് ശാരദാ മഠം സ്ഥാപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അടുത്തത്, താഴെ പറയുന്നതിൽ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിക 1 എഴുത്തുകാർ, അതുപോലെ പട്ടിക 2 അവരുടെ തൂലികാ നാമമാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. അയ്യപ്പൻ പിള്ള, അഭയദേവ്. അയ്യപ്പൻ പിള്ളയാണ് അഭയദേവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. PC ഗോപാലൻ, നന്ദനാർ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC ഗോപാലനാണ്. ഗോവിന്ദ ഗണകൻ, ഗോവിന്ദ ഗണകൻ. കൊടുപ്പുന്ന എന്നറിയപ്പെട്ടിരുന്നത് ഗോവിന്ദ ഗണകനാണ്. ചെറുകാട് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഗോവിന്ദ പിഷാരടിയാണ്. ഗോവിന്ദ പിഷാരടി. അയ്യപ്പൻ പിള്ള അഭയദേവ് എന്നറിയപ്പെട്ടിരുന്നതാണ് അയ്യപ്പൻ പിള്ള. നന്ദനാർ എന്ന തൂലികാ നാമം ആരുടേതാണ്? PC ഗോപാലൻ. ഗോവിന്ദ കണകനാണ് കൊടുപ്പുന്ന എന്ന് അറിയപ്പെട്ടിരുന്നത്. ചെറുകാട് എന്നറിയപ്പെട്ടിരുന്നത് ഗോവിന്ദ പിഷാരടി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി ചേരാത്ത ജോഡി ഏത്? ശരിയായി ചേരാത്ത ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു. തളിക്കോട്ട യുദ്ധം 1565, കനൗജ് യുദ്ധം 1740, ഹാൽഡിഗഡ് യുദ്ധം 1576, പ്ലാസി യുദ്ധം 1757. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2 മാത്രം ശരി. ശരിയായി ചേരാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 മാത്രമാണ്. കനൗജ് യുദ്ധം നടന്നത് 1540 1540. പ്ലാസി യുദ്ധം 1757 ശരിയാണ്. ഹാൽഡിഗഡ് യുദ്ധം 1576 നടന്നത്. ശരിയാണ്. തളിക്കോട്ട യുദ്ധം നടന്നത് 1565. കനൗജ് യുദ്ധം നടന്നത് 1540. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. തന്നിരിക്കുന്നു. വൈദ്യുതി സമരം. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തി. മലയാളി മെമ്മോറിയൽ. പുന്നപ്ര വയലാർ സമരം. വൈദ്യുതി സമരം നടന്നത് 1936. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം 1920. മലയാളി മെമ്മോറിയൽ നടന്നത് 1891. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. വൈദ്യുതി സമരം 1936, ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് 1920, മലയാളി മെമ്മോറിയൽ 1891, പുന്നപ്ര വയലാർ സമരം 1896. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3, 2, 1, 4. മലയാളി മെമ്മോറിയൽ, ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തി, വൈദ്യുതി സമരം, പുന്നപ്ര വയലാർ സമരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ ജോഡി തിരിച്ചറിയുക. തെറ്റായ ജോഡി തന്നിരിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന നായകരും അവരുടെ ജന്മസ്ഥലവുമാണ്. തന്നിരിക്കുന്നു. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇരവിപേരൂർ, ചട്ടമ്പിസ്വാമികൾ കൊല്ലൂർ, പണ്ഡിറ്റ് KP കറുപ്പൻ ചേരാനല്ലൂർ, വാഗ്ഭടാനന്ദൻ പാട്യം. തെറ്റായ ജോഡി തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ ജോഡി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 മാത്രം. കുര്യാക്കോസ്
ഏലിയാസ് ചവറ. തന്നിരിക്കുന്നത് ഇരവിപേരൂർ എന്നാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജന്മസ്ഥലം കൈനഗരിയാണ്, ആലപ്പുഴ ജില്ലയിലെ കൈനഗരി. ചട്ടമ്പി സ്വാമികൾ കൊല്ലൂരാണ്, ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ ചേരാനല്ലൂരാണ്, ശരിയാണ്. വാഗ്ഭടാനന്ദൻ എവിടെയായിരുന്നു ജനിച്ചത്? പാട്യമാണ്, ശരിയാണ്. യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ അവസാനമായിട്ട് ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ്? വാസ്കോഡ ഗാമ അവസാനമായിട്ട് ഇന്ത്യയിൽ വന്ന വർഷം 1524 1524. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായത് വാണ്ടി വാഷ് യുദ്ധമാണ്. ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടി വാഷ് യുദ്ധം. ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ കലാപം ഏതാണ്? ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ കലാപമാണ് കൂക കലാപം നടന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്, പഞ്ചാബ്. ബംഗാളിലെ ദ്വീപ് ഭരണം നിർത്തലാക്കിയ ഭരണാധികാരി. ബംഗാളിലെ ദ്വീപ് ഭരണം നിർത്തലാക്കിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്, വാറൻ ഹേസ്റ്റിങ്സ്. ഏത് സന്ധി പ്രകാരമാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത്? ഏത് സന്ധി പ്രകാരമാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത്. സി രാജഗോപാലാചാര്യയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? സി രാജഗോപാലാചാര്യയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന. 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, ഇന്ത്യക്കാരനായ ഒരേയൊരു ഗവർണർ ജനറൽ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ. രാജഗോപാലാചാര്യയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു, മൗണ്ട് ബാറ്റൻ പ്രഭു. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. ഇന്ത്യക്കാരനായ ഒരേയൊരു ഗവർണർ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്നതും ശരിയാണ്. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. ഓപ്ഷൻ സി ആണ് ഉത്തരം, സത്താറ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി, അവസാനത്തെ ഗവർണർ ജനറൽ എന്നീ പദവികൾ വഹിച്ചിരുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി, അവസാനത്തെ ഗവർണർ ജനറൽ എന്നീ പദവികൾ വഹിച്ചിരുന്നത് കാനിങ് പ്രഭുവാണ്, കാനിങ് പ്രഭു. ഉഷ്ണകാലത്ത് വീശുന്ന പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ, പ്രദേശങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? പ്രാദേശിക വാദങ്ങളും അവ വീശുന്ന പ്രദേശങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു ലൂ ഉത്തർപ്രദേശ്, നോർ വെസ്റ്റർ പഞ്ചാബ്, കാൽ ബൈശാഖി പശ്ചിമ ബംഗാൾ, മാംഗോ ഷവർ കേരളം, കർണാടക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. ലൂ ഉത്തർപ്രദേശിൽ വീശുന്നു, ശരിയാണ്. നോർ വെസ്റ്റർ പഞ്ചാബ് ശരിയാണ്. കാൽ ബൈശാഖി പശ്ചിമ ബംഗാൾ ശരിയാണ്. കേരളം, കർണാടക എന്നിവിടങ്ങളിൽ മാംഗോ ഷവർ ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തെറ്റായത്: ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. മനാസ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് ലോഹിത.
ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. മനാസ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് ലോഹിത എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റ്. മനാസ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നത് മനാസ് റിവർ ആണ്. മനാസ് റിവർ ഒഴുകുന്നത് കൊണ്ടാണ് നാഷണൽ പാർക്കിന് മനാസ് നാഷണൽ പാർക്ക് എന്ന പേര് ലഭിച്ചത്. ഇപ്പൊ മനാസ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മനാസ് നദിയാണ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് ആണ്. ശരിയാണ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ശരിയാണ്. നിക്കോബാർ ദ്വീപുകൾ. ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. ശരിയാണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവയിൽ ശരി ആയത് ഏത്? തന്നിരിക്കുന്നു. ബൊക്കോറോ ജാർഖണ്ഡ്, ഭിലായി ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4ഉം ശരിയാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ശരിയാണ്. ഭിലായി ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ആണ്. ശരിയാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ. ശരിയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ്. ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ളത് കൊല്ലം ജില്ലയിലാണ്. ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. ശരിയാണ്. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ളത് കൊല്ലം ജില്ലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ചുവടെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായത് പ്രസ്താവനകൾ വായിക്കാം. കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം. മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ചോദ്യം എന്താണ്? തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം. ശരിയാണ്. മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ശരിയാണ്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ച വർഷം. മയിലിനെ 1963 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത്. ദേശീയ പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വെബ് പോർട്ടൽ ഏതാണ്? ദേശീയ പാതകളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വെബ് പോർട്ടലാണ് ഗതി. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് JJ തോംസൺ ആണ്. JJ തോംസൺ. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ശാന്തസമുദ്രത്തിലാണ്. ശാന്തസമുദ്രം.
ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്, വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂല കാരണം. ഓപ്ഷൻ ബി ആണ് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് എന്നുള്ളതാണ് കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി അല്ലാത്തത്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? സ്വയം പദ്ധതി പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? മുദ്ര പദ്ധതി ഓപ്ഷൻ എ ആണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ്. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. പദ്ധതിയുടെ പേര് മുദ്ര പദ്ധതി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 3. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. ശരിയാണ്. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ശരിയാണ്. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22 ആണ്. 22. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഏറ്റവും വലിയ ധമനി അയോർട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി ആണ്. ഈഡിസ് ഈജിപ്തി. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏത്? ലളിതകലാ അക്കാദമിയാണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ചാന്നാർ ലഹള നടന്ന വർഷം? ചാന്നാർ ലഹള 1859 ആണ്. 1859 ചാന്നാർ ലഹള നടന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകൾ ആണിത്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് ഇത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? മലബാറിൽ നേതൃത്വം നൽകിയത് AV കുട്ടിമാളു അമ്മയാണ്. മലബാറിൽ AV കുട്ടിമാളു അമ്മ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? BP മേനോന്റെ പുസ്തകമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത്. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5 IITകളാണ് 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്. 5 IITകൾ. അവസാനത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആഞ്ചലോസ് ഫ്രാൻസിസ്.
ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്